ഭൂരിഭാഗം ടേബിൾ ഫാനിലും ഒരു കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞ് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ സംഭവം. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഫാനിൻ്റെ ഉള്ളിൽ ഒരു മൂളക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഫാൻ കറങ്ങില്ല. പിന്നെ കൈ കൊണ്ട് തട്ടി വിട്ട് കഴിഞ്ഞാൽ കറങ്ങുന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു കംപ്ലൈൻറ്റ് വന്നതാണ്, ഫാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ കറങ്ങില്ല, തട്ടി വിട്ട് കഴിഞ്ഞാൽ കറങ്ങിക്കോളും. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്, അത് വൈൻഡിങ് കംപ്ലൈൻ്റ് ഒന്നല്ല. എല്ലാവരും അത് വൈൻഡിങ് കത്തിപ്പോയതാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതല്ല. ഫാൻ്റെ മെയിൻ ഒരു പാർട്ട്, വൈൻഡിങ്ങിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെയിൻ പാർട്ട് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരിക. അതായത് നമ്മൾ ഫാൻ ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, പക്ഷേ കറങ്ങില്ല, കൈ കൊണ്ട് തട്ടിവിട്ടാൽ കറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കതിൽ മെയിനായിട്ട് വരുന്നതാണ് ഫാൻ്റെ ഉള്ളിലത്തെ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടും അതുപോലെ അതിൻ്റെ ബുഷ്, കപ്പാസിറ്റർ, ഗിയർ ബോക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വർക്കാണ് ഇതിൻ്റെ ബുഷ്. ഇതിൻ്റെ ഫാൻ കറങ്ങാത്ത കണ്ടീഷനിൽ ഫസ്റ്റ് വരുന്നൊരു കംപ്ലൈൻ്റാണ് ഈ ബുഷ്. ഒരു 1.5 കൊല്ലം 2 വർഷമൊക്കെ കൂടുമ്പോൾ ഈ ബുഷ് ജാം ആവുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിത് കറക്കി വിട്ടും അത് കൈ കൊണ്ട് തട്ടി വിട്ടും കറക്കിയൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഓടുന്ന കാലം ഓടും, പക്ഷേ എങ്ങാനും ഈ സംഭവം സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ വൈൻഡിങ് കത്തിപ്പോവും. അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഉടനെ നമ്മളത് സർവീസ് ചെയ്തെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫാൻ്റെ വൈൻഡിങ് പോകും. ചെറിയ കാശ് ചിലവ് എൻ്റെ കൊടുത്ത് അതിൻ്റെ വൈൻഡിങ് റീവൈൻഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരും. ഇപ്പോൾ ഇത് ഉഷ കമ്പനിയുടെ ഫാനാണ്. ഉഷയൊക്കെ ഇപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഇതിൻ്റെ ബുഷുകളിലൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അതാണ് ഇത് പെട്ടെന്ന് തേഞ്ഞു പോകാൻ കാരണം. ഇപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റും തേമാനം വരാറുണ്ട്, ബുഷും തേമാനം വരാറുണ്ട്. ഇപ്പോൾ ഇതിന് ബുഷ് മാത്രമേ തേമാനമുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബുഷായിട്ട് വരുന്നത്. സംഭവം ചെറിയൊരു പാർട്ടാണെങ്കിലും ഇതിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഫാൻ ഫുള്ളായിട്ട് അഴിച്ച് പണിയണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഫാൻ നമ്മൾ മുഴുവനായിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു ഫാൻ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഈ കാണുന്നത്, ബുഷ് അടിച്ച് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫാൻ നമ്മൾ ചെറിയ കംപ്ലൈൻ്റ് ആണ്, സംഭവം ചെറിയ പാർട്സ് ആയിട്ട് കാര്യമില്ല, നല്ലൊരു പണി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാനിന് ലൈഫ് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ വൈൻഡിങ് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബുഷ് മാറി ഇതേ സെറ്റ് ആക്കിയിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ബുഷ് മാറി നമ്മൾ പുതിയ ബുഷ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻറ്റ് വന്നാലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ബുഷ് ടൈറ്റ് ആയതാണ് ഇതിൻ്റെ വലിയ പ്രശ്നമായത്. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കിംഗ് ആവുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ്. നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞാലും ഇതേ സെയിം കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമ്മൾ ബുഷ് മാറ്റി നമ്മൾ ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ഫാൻ റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ബുഷ് മാറുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫാൻ തട്ടി വിട്ട് കറക്കാതെ ഇരിക്കുക. ഇതിപ്പോൾ ഏകദേശം പുതിയൊരു ഫാൻ, അധികം പഴക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ സർവീസ് ചെയ്ത് സംഭവം ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറേ കാലം ഓടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാനൊക്കെ സെറ്റാക്കി മോട്ടറിൻ്റെ കാറിലൊക്കെ സെറ്റ് ചെയ്ത് ഇനി ലീഫൊക്കെ ഇട്ട് അടച്ച് നമുക്കിത് ഫുള്ളായിട്ട് വർക്കിംഗ് നോക്കിയിട്ട് കുറച്ച് നേരം ഓടിച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫാൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.